ശരണമെൻ്റെ അയ്യപ്പ എന്ന് ആവർത്തിച്ചു വിളിക്കുന്ന ഭക്തരെ കൊണ്ട് കഠിനമെൻ്റെ അയ്യപ്പ എന്ന് പറയിപ്പിക്കുന്നത് സർക്കാരും ദേവസ്വം ബോർഡുമാണ്. പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, രാവിലെ മുതൽ നമ്മൾ കാണുന്നതാണ് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥ, മാറ്റി നിർത്തൽ. ശബരിമലയിൽ ഇങ്ങനെയൊക്കെ മതി കാര്യങ്ങൾ എന്ന് തീരുമാനിക്കുകയാണ്. ഈ സന്നിധാനത്തേക്കുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടിടങ്ങളാണ് ചെങ്ങന്നൂരും പത്തനംതിട്ടയും. പത്തനംതിട്ടയിൽ ഭക്തർക്ക് പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ പോകാനൊരു ആശുപത്രിയില്ല, കൃത്യമായി ചികിത്സ ലഭിക്കുന്ന ഒരിടമില്ല, പാർക്കിംഗ് സൗകര്യങ്ങൾ ബുദ്ധിമുട്ടാണ്, തീർത്ഥാടകർ ഉപയോഗിക്കുന്ന കടവുകൾ വൃത്തിയാക്കാത്ത അവസ്ഥയിലാണ്. അപ്പോൾ പത്തനംതിട്ടയിൽ അപ്പാടെ ഒരു പ്രതിസന്ധിയുടെ തീർത്ഥാടന കാലം എന്ന സൂചനയാണോ കാണാനാകുന്നത്? കൃഷ്ണരാജ്, രാവിലെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തീർത്ഥാടന കാലം തീർത്തും ബുദ്ധിമുട്ടിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പത്തനംതിട്ട നഗരത്തിൽ നിന്നും പറയാനുള്ളത്, കാഴ്ച പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ളത്. പത്തനംതിട്ട അബാൻ ജംഗ്ഷൻ പത്തനംതിട്ട ജില്ലയുടെ പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയഭാഗമാണ്. അവിടെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡ് 3-4 വർഷമായി അങ്ങനെ തന്നെയുണ്ട്. എല്ലാ മണ്ഡലകാലത്തും തീർത്ഥാടകരുടെ ബാഹുല്യം നഗരത്തിൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഞാനിപ്പോൾ നിൽക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ഈ റോഡിന് മാറ്റമില്ല. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുണ്ട്, അവിടെ മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല. പത്തനംതിട്ടയും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആളുകൾക്ക്, തീർത്ഥാടകർക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇനി ഇടത്താവളങ്ങളുടെ സ്ഥിതി പരിശോധിച്ചു കഴിഞ്ഞാൽ ശബരിമല ഇടത്താവളം പ്രധാനമായ ഇടത്താവളങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട നഗരത്തിലുള്ളത്. അവിടെ കാട് കയറി വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇപ്പോഴും മണ്ഡലകാലത്തിന് ഒരാഴ്ച മാത്രം ശേഷിക്കുന്ന ഈ കാലത്തും അത് ദുരിതസ്ഥിതിയിൽ തന്നെ നിലനിൽക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്നും കാണാനുള്ളത്. റോഡുകളുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ പത്തനംതിട്ട നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് നിൽക്കുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് നിൽക്കുന്നത്, KSRTC ബസ് സ്റ്റാൻഡിന് സമീപമാണ് നിൽക്കുന്നത്. നിരവധിയായ ഭക്തജനങ്ങൾ, അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ അടക്കം ധാരാളം എത്തുന്ന റോഡിന്റെ അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കും. ഏറ്റവും ദുരിതപൂർണമായ വാഹന ക്ലേശം, ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ മാത്രം വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള റോഡ്. ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലാകാലങ്ങളായതാണ്. കഴിഞ്ഞ 2-3 വർഷത്തെ മണ്ഡലകാല സമയത്തും ഈ റോഡ് ഇങ്ങനെ തന്നെയായിരുന്നു. ഭക്തജനങ്ങൾ, തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അബാൻ മേൽപ്പാലത്തിന് തൊട്ടു താഴെയുള്ള ഈ റോഡ് എന്നുള്ളതാണ്. ഇതൊന്നും നന്നാക്കാനോ കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യാനോ കഴിയുന്നില്ല, നഗരസഭയ്ക്കോ സംസ്ഥാന സർക്കാരിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാലാകാലങ്ങളായി ഓരോ മണ്ഡലകാലത്തും സമാനമായ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. അടുത്ത മണ്ഡലകാലമാകുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ ദുരിത അവസ്ഥകൾ അതിലും തീർത്തും ദുരിതമാകുന്ന രീതിയിലേക്ക് വഴിമാറുന്നു എന്നുള്ളതാണ്. ഓരോ മണ്ഡലകാലം എത്തുമ്പോഴും അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ, വിലയിരുത്തലുകൾ നമ്മൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളിൽ നിന്നും പ്രേക്ഷകരിലേക്ക്, ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാനുള്ളത്, അധികാരികളിലേക്ക് എത്തിക്കാനുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അബാൻ മേൽപ്പാലത്തിന് തൊട്ടു താഴെയുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും KSRTC ബസ് സ്റ്റാൻഡിനും ഒക്കെ ചേർന്നുള്ള ഈ പ്രദേശം. സ്വകാര്യ വാഹനങ്ങൾ ധാരാളമായി കടന്നു വരുന്ന റോഡാണ്. റിംഗ് റോഡിൽ നിന്നും ഗതാഗത സൗകര്യത്തിന് വേണ്ടി ധാരാളം വാഹനങ്ങൾ, തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഈ റോഡ് വഴി കടന്നു വരാറുണ്ട്, നഗരത്തിലേക്ക് എത്താറുണ്ട്. നഗരത്തിൽ ഭക്ഷണ സൗകര്യത്തിനും വിശ്രമത്തിനുമൊക്കെയായിട്ട് ധാരാളം ഇടത്താവളത്തിലേക്കുമൊക്കെയുള്ള റോഡാണിത്. ശബരിമലയിലെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നായ പത്തനംതിട്ട ഇടത്താവളത്തിലേക്ക് അന്നദാനത്തിനും വിശ്രമത്തിനും എരിവിക്കുന്നതിനുമൊക്കെ തീർത്ഥാടകർ എത്തുന്ന റോഡാണിത്, സഞ്ചാരമാർഗമാണിത്. ആ സഞ്ചാരമാർഗമാണ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾക്ക് കാൽനടയാത്ര ഈ അവസ്ഥയിൽ മിഥുൻ, തുടരെ വാഹനങ്ങൾ വന്നാൽ സ്വാഭാവികമായും വേഗത കുറയ്ക്കേണ്ടി വരും. ഈ വേഗത കുറയ്ക്കും തോറും പിന്നിൽ അണിനിരക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടും. അപ്പോൾ സ്വാഭാവിക യാത്രയ്ക്ക് ഇറങ്ങുന്നവർക്ക് പോലും അത് വലിയൊരു തടസ്സമാകും. അങ്ങനെ ഈ ബുദ്ധിമുട്ടി വരുന്ന ഭക്തർ ഏറെ നേരം ഒരുപക്ഷെ ബ്ലോക്കിലായി എന്നും വരാം. അങ്ങനെ സുഗമമായൊരു യാത്ര പോലും നിഷേധിക്കപ്പെടുകയാണ് അവിടെ. കൃഷ്ണരാജ്, സുഗമമായ യാത്ര നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഭക്തജനങ്ങൾക്ക് സമീപ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ട്, ഇടത്താവളങ്ങളിലേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ട്,
വളരെ കൂടുതൽ സമയം നഗരത്തിൽ ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യം, ഇങ്ങനെയുള്ള പരിതസ്ഥിതികളിലൂടെയൊക്കെ ഇനി ഒരു തീർത്ഥാടന കാലം പത്തനംതിട്ട നഗരം കടന്നു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കാണാം, മേൽപ്പാലം, അബാൻ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ 3 വർഷമായി പണിതിട്ടും പണിതീരാത്ത ഒരു പാലമായി അവിടെ അവശേഷിക്കുന്നു. മണ്ഡലകാലത്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ഡലകാലം എത്തുമ്പോൾ വാഹനങ്ങളുടെ ബാഹുല്യം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് പത്തനംതിട്ട ജില്ലയുടെ നഗരഹൃദയത്തിൽ കൂടിയാണ്. അവിടെ തീർത്ഥാടകരുടെ വാഹനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ മറ്റു വാഹനങ്ങൾക്കും സുഗമമായ സഞ്ചാരം സാധ്യമാകാതെ വരും. വലിയ ഗതാഗതക്കുരുക്ക് ഈ മേഖലയിലെങ്ങും നഗരത്തിലെങ്ങും ഉണ്ടാകും. ഈ ഭാഗത്തു കൂടി ഗതാഗത സൗകര്യം വേഗത്തിൽ നഗരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഉപയുക്തമായിട്ടുള്ള ഒരു റോഡാണിത്. ഇവിടെ വാഹനങ്ങളുടെ ബാഹുല്യം, ആളുകളുടെ ബാഹുല്യം എല്ലാം ഉണ്ടാകും. സഞ്ചാരം സുഗമമല്ലാതെ സാഹചര്യം ഉണ്ടാകും. ഈ സമാനമായ സാഹചര്യം തന്നെ മറ്റ് മേഖലകളിലും. റോഡുകളുടെ വലിപ്പവുമൊക്കെ വളരെ പരിമിതമായ ഒരു നഗരമാണ്, ചെറിയ നഗരമാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ മറ്റു ഭാഗങ്ങളിലും സമാനമായി തന്നെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടും. പക്ഷേ ഇതിനൊന്നും പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മണ്ഡലകാലം എല്ലാ വർഷവും എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് കൃത്യമായി തന്നെ അധികാരികൾക്കറിയാം. പത്തനംതിട്ട നഗരസഭ ഭരിക്കുന്ന അധികാരികൾക്കറിയാം, സംസ്ഥാന സർക്കാരിന് അറിയാം. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ, തീർത്ഥാടകർ എത്തുന്ന നഗരഹൃദയമാണ് പത്തനംതിട്ട എന്നുള്ളത് കൃത്യമായി അറിയാം. അപ്പോൾ മാസങ്ങൾക്ക് മുൻപേ തന്നെ പത്തനംതിട്ട നഗരവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതായിരുന്നു. അതിനുവേണ്ട കൃത്യമായ മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, റോഡുകളുടെ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് എടുത്തു പറയേണ്ട, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇതിനോട് ചേർന്നിരിക്കുന്ന ഈ അബാൻ മേൽപ്പാലത്തോട് ചേർന്നിരിക്കുന്ന റിംഗ് റോഡിൽ വലിയ വാഹനങ്ങൾ ഒഴികെ, ചെറിയ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല. അതിൻ്റെ പുനർനിർമ്മാണം നടക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പുനർനിർമ്മാണം എവിടെ നടക്കുന്നു, എങ്ങനെ പൂർത്തിയാകുന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഉത്തരം പറയുവാൻ, പത്തനംതിട്ട ആ കാഴ്ചകൾ ഉറപ്പായും അനാസ്ഥയുടേതാണ്, ഒരു സംശയവും വേണ്ട. വരാനിരിക്കുന്ന തീർത്ഥാടന കാലത്തിന് മുൻപ് ഒരു തയ്യാറെടുപ്പ് നടത്താൻ സർക്കാർ തയ്യാറല്ലെങ്കിൽ ഈ നിഷേധാത്മക സമീപനത്തിന് മറുപടി പറയേണ്ടി വരും.